السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. അൽജവാബ് ഗ്രൂപ്പിലെ ആദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ പക്കൽ നിന്ന് വന്നുപോയ എല്ലാ അപാകതകളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. ഇരുലോകത്തും വിജയം കൈവരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപിച്ച മാരകമായ രോഗത്തിൽ നിന്നും അല്ലാഹു നമ്മെയും നാവുമായി ബന്ധപ്പെട്ടവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ലോകത്തിൽ നിന്നും അല്ലാഹു അതിനെ ഇല്ലാതെയാക്കി ലോകത്ത് ശാന്തിയും സമാധാനവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാൻ നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ലുഖ്മാനിന്റെ 22-ാമത്തെ സൂക്തം ആയത്ത്, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിനുൻ, ആരെങ്കിലും നിഷ്കളങ്ക വിശ്വാസത്തോടെ അള്ളാഹുവിന് വഴിപ്പെടുന്നുവെങ്കിൽ ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, നിശ്ചയം വളരെ ബലവത്തായ ഒരു പിടികയറിനെയാണ് അവൻ പിടിച്ചത്. എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിലേക്കാവുന്നു. ഒരുപാട് അർത്ഥ വ്യാപ്തിയുള്ള ഒരു വാക്യമാണിത്. ആരെങ്കിലും നിഷ്കളങ്ക വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന് വഴിപ്പെടുകയാണെങ്കിൽ, അള്ളാഹുവിന് കീഴ്പ്പെടുകയാണെങ്കിൽ, അവൻ യുസ്ലിം വജ്ഹഹു, അവന്റെ മുഖത്തെ അവൻ കീഴ്പ്പെടുത്തിയാൽ എന്നാണ്. അതുകൊണ്ടുള്ള വിവക്ഷ മുഫസ്സിരീങ്ങൾ പണ്ഡിതന്മാർ വിവരിക്കുന്നു. അല്ലാഹു തആലക്ക് സമ്പൂർണ്ണ സമർപ്പണം നടത്തുക, വഴിപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അല്ലാഹു തആലക്ക് വേണ്ടി സമ്പൂർണമായി ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നു. പക്ഷെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന, ഉപാധി വെച്ചത്, നിഷ്കളങ്കമായ വിശ്വാസത്തോടുകൂടെ സൽക്രമങ്ങൾ ചെയ്താൽ വളരെ ബലവത്തായ ഒരു പിടികയറിനെയാണ് അവൻ പിടികൂടിയത്. ഒരു പൊക്കമുള്ള ഭാഗത്തിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് വീഴുമ്പോൾ അവനക്ക് പിടിക്കാൻ ഒരു കയറുണ്ട്. ആ കയറ് നല്ല ശക്തമാണ്, ബലവത്താണ്. എങ്കിൽ അവന്റെ സുരക്ഷിതത്വം ഏകദേശം ഉറപ്പാണ്. അല്ല, ബലഹീനമായൊരു പാശമാണ്, ഒരു കയറാണ് അവൻ പിടികൂടിയതെങ്കിൽ അവൻ വീഴുമ്പോ ആ കയറ് പൊട്ടിച്ചാടും. അല്ലാഹു തആല പറഞ്ഞത് ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അതിശക്തമായ പാശത്തെയാണ് അവൻ പിടികൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പരിപൂർണമായ സമർപ്പണം നടത്താൻ തയ്യാറായാൽ അല്ലാഹു തആല അവനിക്ക് നൽകുന്ന അതിമഹത്തായ ഒരു ഓഫറാണത്.
ആ ഓഫർ ലഭിക്കണമെങ്കിൽ ഒരിക്കലും മുറിയാത്ത തകരാത്ത പാശം അഥവാ കണക്ഷൻ അല്ലാഹു തആലയിലേക്ക് അവനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ സൽക്രമങ്ങൾ ചെയ്യണം. പക്ഷെ ആ സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേക നിബന്ധനയാണ് ഓ മുഹ്സിനുൻ, അവൻ നിഷ്കളങ്കനായ നിലക്ക്. മുഹ്സിൻ എന്നതിന്റെ വിവക്ഷ വിശ്വാസം, കളങ്കമില്ലാത്ത വിശ്വാസിയായ നിലക്ക് എന്നാണ്. മുഹ്സിൻ എന്ന പദത്തിന്റെ ഭാഷാർത്ഥം നന്മ പ്രവർത്തിക്കുന്നവൻ എന്നാണ്, പുണ്യവാൻ എന്നൊക്കെ പറയാൻ പറ്റും. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഈമാൻ ആണ്. സത്യവിശ്വാസിയായ ഒരാള് അവൻ സൽക്രമങ്ങൾ ചെയ്താൽ എങ്കിൽ അവൻ ശക്തമായ പാശത്തെ പിടികൂടി എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മഹാനായ ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, ഈമാനും ഹൃദയമറിഞ്ഞ വിജ്ഞാനവുമില്ലാത്ത ഒരാൾ എന്ത് ആരാധനകൾ ചെയ്തിട്ടും ഫലം ഉണ്ടാവില്ല. ഏത് ആരാധനകൾ ചെയ്താലും വിശ്വാസമില്ലയോ അത് തികച്ചും വിഫലമായിരിക്കും. ഒരു കാര്യത്തെ സൽക്രമമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് ഈമാൻ എന്ന് പറയുന്നത്. നിബന്ധനകൾ പാലിക്കാതെ കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മങ്ങൾക്ക് സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ എന്ന് പറയുമോ? ഒരു ചർച്ചാ വിഷയമാണത്. അഥവാ ഒരാൾ ഒളൂ ചെയ്യാതെ നിസ്കരിച്ചു, അല്ലെങ്കിൽ നജസോടുകൂടെ നിസ്കരിച്ചു, അല്ലെങ്കിൽ ഖിബലയിലേക്കല്ലാതെ തിരിഞ്ഞു നിസ്കരിച്ചു, ഔറത്ത് മറക്കാതെ നിസ്കരിച്ചു, അതിന് നിസ്കാരം എന്ന് പറയുമോ? ചിലർ പറഞ്ഞു നിസ്കാരം എന്ന് പറയും. വേറെ ചില ആളുകൾ പറഞ്ഞത് നിസ്കാരം തന്നെയല്ല, അതിന് നിസ്കാരം എന്ന് പറയില്ല. എന്നാൽ നിബന്ധനകളുടെ കൂട്ടത്തിലെ ഷർത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഷർത്ത് ഈമാനാണ്. എല്ലാ കർമ്മങ്ങളുടെയും, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ദിക്ർ ചൊല്ലലാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, സദഖ കൊടുക്കലാവട്ടെ, ഏത് കർമ്മങ്ങളാണെങ്കിലും അതിന്റെ ഒന്നാമത്തെ നിബന്ധന ഈമാനാണ്. കളങ്കമില്ലാത്ത ഈമാൻ. വെറും മൂമിനുൻ എന്ന് പറയാതെ മുഹ്സിനുൻ എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചത് തന്നെ കേവലം ഈമാൻ പോരാ എന്നാണ്. നിഷ്കളങ്കമായ ഈമാൻ വേണം, നിഷ്കപടമായ ഈമാൻ വേണം. ഞാനും ആലിമൂപ്പന്റെ ആളാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല. അവൻ ഒറിജിനൽ മുഅ്മിനായിരിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം, ഹബീബായ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം, വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളിലെ വിശ്വാസങ്ങളും അതിലെന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ അവന്റെ കർമ്മങ്ങളൊന്നും സ്വീകാര്യയോഗ്യമല്ല. നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞതാണ് ഈ വിഷയം. വിശ്വാസമില്ലാതെ കർമ്മങ്ങളെ കൊണ്ട് ഫലം ഇല്ല എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. സൂറത്ത് നിസായിൽ വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫൗലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുളമൂന നഖീറ. ആരെങ്കിലും സൽക്രമങ്ങൾ ചെയ്തു, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും സൽക്രമങ്ങൾ ചെയ്ത് എങ്ങനെ ചെയ്തുവോ മുഅ്മിനുൻ, വിശ്വാസത്തോടുകൂടെ ഈമാനോടുകൂടെ സൽക്രമങ്ങൾ ചെയ്താൽ. ഈമാനോടുകൂടെ സൽക്രമങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അതിന്റെ പ്രത്യേകമായ ഉപാധിയാണത്, ഷർത്താണത്, പ്രധാന ഖൈദാണത്. ഈമാൻ ഇല്ലാതെ സൽക്രമങ്ങൾ ചെയ്താൽ അതിന് സൽക്രമം എന്ന് പറയില്ല. പിന്നെ പറയുന്നത് എന്തുകൊണ്ടാ? സൽക്രമത്തിന്റെ രൂപത്തിലുള്ള ആയതുകൊണ്ട്. ഒറിജിനൽ സൽക്രമല്ല, അതിന്റെ രൂപത്തിലാണ്. ഒരാൾ ഒന്നുമില്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ട് നോക്കുന്ന സമയത്ത് കണ്ടാൽ അത് നിസ്കാരം തന്നെയാണല്ലോ പറയാ. പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ നിസ്കാരമല്ല.
അപ്പോൾ ഈമാൻ കളങ്കമില്ലാത്ത ഈമാനോടുകൂടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫൗലായിക യദ്ഖുലൂനൽ ജന്നത്ത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. സൂറത്തു നിസായിൽ ധാരാളം ആയത്തുകളിൽ. സൂറത്ത് താഹായിൽ പറയുന്നു മൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ യഖാഫു വൽമൻ വലാ ഹൽമാ. ഈമാനോടുകൂടെ ആരെങ്കിലും സൽക്രമങ്ങൾ ചെയ്താൽ അവൻ ഒരിക്കലും അക്രമം പേടിക്കേണ്ടതില്ല, വിഷമങ്ങൾ പേടിക്കേണ്ടതില്ല. അപ്പൊ ഈമാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈമാനില്ലാത്ത സൽക്രമങ്ങൾ അത് ഫലവത്തല്ല. ചില ആളുകൾ മനസ്സിലാക്കിയത് കുറെ കർമ്മങ്ങൾ ചെയ്താൽ മതി എന്നാൽ അയാൾ രക്ഷപ്പെടും എന്നാണ്. ആളുകൾ പറയാറുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നല്ല നിസ്കരിക്കും, എല്ലാ വക്തവും നിസ്കരിക്കും, ജമാഅത്തായിട്ട് തന്നെ പള്ളിയിൽ നേരത്തെ വരും. ഈമാൻ അത് പുത്തൻ പ്രസ്ഥാനക്കാരനാണ്, അയാൾ വഹാബിയാണ്, അയാൾ മൗദൂദിയ, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും അലവലാദിയാണ്. എന്നാലും ശരി, അവർ നിസ്കരിക്കുമല്ലോ, അവർ സ്ത്രീകളൊക്കെ ഔറത്ത് മറക്കുമല്ലോ, അവർ നോമ്പ് നോൽക്കുമല്ലോ, സദഖ ചെയ്യുമല്ലോ, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുമല്ലോ. അതൊന്നും സൽക്രമങ്ങളല്ല. അവരാ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും സൽക്രമങ്ങളല്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അഅമാലുഹും കസറാബിൻ, അവിടെ പ്രവർത്തനങ്ങൾ മരീചികയെ പോലെയാണ്. ബിഖിയത്തിൻ, മരുഭൂമിയിൽ കാണുന്ന മരീചികയെ പോലെ. യഹ്സബുഹു ളംആനു മാആ, ദാഹിക്കുന്ന ആളത് കണ്ടാൽ വെള്ളമാണെന്ന് ധരിച്ചു പോകും. കുറെ അകലെ, നല്ല വെയിലുള്ള സമയത്ത് കുറെ അകലേക്ക് ഇങ്ങനെ നോക്കുന്ന, മരുഭൂമിയിൽ നടക്കുമ്പോ നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ച് അകലേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ തിളങ്ങുന്നത് കാണാം. എന്റെ പേരാണ് കാനൽ മരീചിക, സറാബ് എന്ന് അറബി പറയും. അത് കാണുമ്പോൾ വെള്ളമാണെന്ന് ധരിച്ചു പോകും, പക്ഷെ അത് വെള്ളമല്ല, പുറം മരീചികയാണത്. എന്നതുപോലെ ഇവര് നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ നിസ്കാരമല്ല. നോമ്പ് നോൽക്കുന്നുണ്ടാവും, നോമ്പല്ല. ഇവിടെ ഹൈന്ദവ സുഹൃത്തുക്കൾ നോമ്പ് നോൽക്കാറുണ്ട്. വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ നോമ്പ് കൊണ്ട് കിട്ടുന്ന ശാരീരികമായ ആരോഗ്യം ലഭ്യമാക്കുക എന്നല്ലാതെ അല്ലാഹു തആല അംഗീകരിച്ച നോമ്പാവൂ അത്? ഇതുപോലെ തന്നെയാണ് വിദേഹത്തുകാരുടെ കർമ്മങ്ങളും. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഒരുപാട് അപാകതകൾ, റസൂലുള്ളാഹിന്റെ വിശ്വാസത്തിൽ, അമ്പിയാക്കളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ, മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ, അതുപോലെ തന്നെ ഖദറിലുള്ള വിശ്വാസത്തിൽ, പരലോകത്തുള്ള വിശ്വാസം, എല്ലാവരും വൈകല്യമുള്ള വിദേഹത്തിന്റെ അഹ്ലുകാർ. അവരെ നിസ്കാരം ഏത് രൂപത്തിലായാലും നിസ്കാരം എന്നതിനെപ്പറ്റി പറയില്ല.